തൃച്ചന്തൂർ കടൽക്കരയാണ്ടി ദേവനെ പതിവായി ഭജിക്കുവാൻ പോകുന്ന ഒരു വൃത്തൻ നെയ്യാറ്റിൻകരയിൽ ഉണ്ടായിരുന്നു. സന്യാസിമാരെ പോലെ തന്നെ കഷായ വസ്ത്രമൊക്കെ ധരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു ഉപാസനമൂർത്തിയായിരുന്നു സുബ്രഹ്മണ്യ ഭഗവാൻ എന്ന കടൽക്കരയാണ്ടി ദേവൻ. ബ്രാഹ്മണ്യവർഗത്തിൽപ്പെട്ട മഹാസിദ്ധനായ ഒരു നല്ല മനുഷ്യനായിരുന്നു സുബ്രഹ്മണ്യൻ എന്നായിരുന്നു ഭക്തനും പണ്ഡിതനുമായിരുന്ന ആ വൃത്തൻ്റെ വിശ്വാസവും. അന്നേരം ഈ വൃത്തൻ്റെ അമ്മ എപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അമ്മയോട് അതിരറ്റ സ്നേഹമാണ് ഈ വൃത്തന്. അപ്പോൾ അമ്മ മരിക്കാറായി. അമ്മ മരിക്കുമ്പോൾ അമ്മയ്ക്ക് തൻ്റെ മടിയിൽ തല വെച്ച് കിടന്ന് മരിക്കണം എന്നൊക്കെയായിരുന്നു അമ്മയുടെ ആഗ്രഹം. ആ വൃത്തന് വേഗം ഈ വാതരോഗം വന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് ഹോസ്പിറ്റലൊക്കെയാണ്. അങ്ങനെ എങ്ങനെയോ ഈ നെയ്യാറ്റിൻകരയിൽ നിന്ന് വന്ന ഒരാൾ പറഞ്ഞു, ഈ വൃത്തനോട് പറഞ്ഞു, അന്ന് ഫോണോ അങ്ങനെയൊന്നും ഇല്ലല്ലോ, അമ്മയ്ക്ക് കലശലായ രോഗമാണ്, അമ്മ മരിക്കാറായിട്ടുണ്ട്, വളരെ അത്യാസന്ന നിലയിലാണെന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേന് ഈ വൃത്തന് അമ്മയെ കാണാനായിട്ട് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഇയാൾക്ക് നടക്കാൻ മേല, ഇഴഞ്ഞ് വലിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഇറങ്ങി ആശുപത്രിയുടെ ഗേറ്റ് വരെ വന്നു. ആ സമയത്താണ് നമ്മുടെ ഗുരുദേവന് കുറച്ച് ശിഷ്യരോടൊക്കെ ഒത്ത് ആ വഴി വരികയാണ്. ഈ വൃത്തൻ്റെ ഈ ഭയങ്കര ദയനീയ അവസ്ഥയാണ്. ഇയാൾ ഗുരുദേവനെ കണ്ടപ്പോഴത്തേനും അങ്ങ് വല്ലാതെ നിലവിളിക്കുകയാണ്. നിലവിളിയോ നിലവിളി. ഉടനെ ഗുരു ചോദിച്ചു എന്താണ്. അപ്പം പറഞ്ഞു, എനിക്ക് എൻ്റെ അമ്മയെ കാണണം, അമ്മയെ കാണാതിരിക്കാനാവില്ല, അതുമല്ല അമ്മയ്ക്ക് അന്ത്യം അടുത്തിരിക്കുന്നു, അമ്മ എൻ്റെ മടിയിൽ കിടന്ന് അമ്മയ്ക്ക് മരിക്കണം, ഇതാണ് ആഗ്രഹം, എനിക്കതിന് കഴിയണം പറഞ്ഞ് വൃത്തം ഭയങ്കര കരച്ചിലാണ്. ആഹാ, ഗുരുദേവൻ ചോദിച്ചു അങ്ങനെയാണോ, അപ്പോൾ അനുകമ്പയാണ് എപ്പോഴും ഭഗവാനില്ലേ മറ്റുള്ളവരോട്. എന്നിട്ട് ചോദിച്ചു നിനക്കൊന്ന് എണീറ്റ് നിൽക്കാവോ എന്ന് ചോദിച്ചു. വൃത്തൻ സകല സമയം കൊണ്ടൊക്കെ കുറച്ച് പ്രയാസപ്പെട്ട് വല്ല ചാതി ഒന്ന് എണീറ്റു നിന്നപ്പോഴത്തേനും അടുത്ത് നിന്നൊരാളുടെ കയ്യിൽ വടി മേടിച്ച് വൃത്തന് കൊടുത്തു ഗുരുദേവൻ. എന്നിട്ട് പറഞ്ഞു ഈ വടിയും പിടിച്ച് അങ്ങോട്ട് നടക്കാൻ പറഞ്ഞു. എണീറ്റ് നിന്നാൽ പിന്നെ നിനക്ക് നടക്കാനും കൂടെ മേലേന്ന് ചോദിച്ചു. അങ്ങനെ ഗുരുദേവൻ പറയുന്നത് കേട്ട വൃത്തം പ്രയാസപ്പെട്ട് പട്ട് പയ്യെ നടന്ന് അത് നോക്കി നിൽക്കെ അദ്ദേഹത്തിൻ്റെ ആ വാതരോഗം എല്ലാം ക്രമേണ സുഖപ്പെട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നു. പിന്നെ ഇദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ, അമ്മയുടെ ആഗ്രഹമൊക്കെ നിറവേറ്റി വീട്ടിൽ പോയി. ഇദ്ദേഹം ചെന്ന് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് അമ്മ മരിക്കുന്നത്. അതിന് ശേഷം ഇദ്ദേഹം ഗുരുവിനെ വന്ന് കാണുകയും പിന്നെ എല്ലാ വർഷവും കൊല്ലം തോറും കാൽനടയായിട്ട് തൃച്ചന്തൂരിലെത്തി കടൽക്കരയാണ്ടി ദേവനെ ഭജിക്കുകയും ചെയ്തു. അങ്ങനെ ഗുരുദേവൻ ഇഴഞ്ഞും വലഞ്ഞും ഇരുന്ന വാതരോഗിയായ അയാളെ നടത്തുവാനും അന്ന് സഹായം ഗുരുദേവൻ്റെ പക്കൽ നിന്ന് ഉണ്ടായി.